നമസ്കാരം. മഞ്ചേശ്വരം നിയോജകമണ്ഡലം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു നിയോജകമണ്ഡലമായി മാറുകയാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും ശ്രദ്ധേയമായ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെ എന്ന് പറയണം. കാരണം ഏറ്റവും ശ്രദ്ധേയമായ ഒരേ ഒരു നിയോജകമണ്ഡലമല്ല മഞ്ചേശ്വരം. പക്ഷേ മഞ്ചേശ്വരത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അതിൻ്റെ കാരണം കെ സുരേന്ദ്രൻ എന്ന BJP നേതാവ്, BJPയുടെ ഏറ്റവും ശക്തരായ നേതാക്കന്മാരിൽ ഒരാൾ കേരളത്തിൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജയസാധ്യത വളരെയേറെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകരോട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്. മഞ്ചേശ്വരത്ത് ഇക്കുറി ആരൊക്കെ തമ്മിലാണ് പ്രധാന മത്സരം? അവർ പറയുന്നത് BJPയും UDFും എന്ന് തന്നെയായിരിക്കും, ഒരു സംശയവുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ മത്സരം നടക്കുന്നത് BJPയും SDPIയും തമ്മിലാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ SDPI ആദ്യം സ്ഥാനാർത്ഥികളെ നിർത്തുകയും പിന്നെ BJPയുടെ വിജയത്തെ തടയുവാനെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് SDPIയുടെ പൂർണ്ണ പിന്തുണ ഇപ്പോൾ UDFിൻ്റെ ഒപ്പമാണ്. തന്നെയുമല്ല, SDPIക്ക് വേണ്ടി കേരളമൊട്ടാകെ മഞ്ചേശ്വരം ലക്ഷ്യമിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്ന വിവരങ്ങൾ. ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഞാൻ പറയാം. അതിനു മുൻപ് മഞ്ചേശ്വരത്തേക്കൊന്ന് തിരികെ പോയാൽ കെ സുരേന്ദ്രൻ ഇത്തവണ BJP കേരളത്തിലൊട്ടാകെ ഉണ്ടാക്കിയിട്ടുള്ളതുപോലെ വലിയൊരു മുന്നേറ്റം. എല്ലാ കാലത്തും കെ സുരേന്ദ്രൻ്റെ മഞ്ചേശ്വരത്തെ മണ്ഡലത്തിൽ ശക്തമായൊരു സ്വാധീനമുണ്ടായിരുന്നു. വളരെ നിസ്സാരമായിട്ടുള്ള വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അവിടെ തോൽവി പോലും സംഭവിച്ചിട്ടുള്ളത്. 89 വോട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥ മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് നിരാശനാകാതെ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടിയും കൂടുതൽ നിശ്ചയദാർഢ്യത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോയ കെ സുരേന്ദ്രനെ ജനം അവിടെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് മഞ്ചേശ്വരത്ത് സമ്മതിദായകരെ സംബന്ധിച്ച് നമ്മളൊരു സർവേ നടത്തുമ്പോൾ അവരിൽ നിന്ന് അറിയുവാൻ കഴിയുന്നത്. ഇതുതന്നെയാണ് എതിരാളികളെ പരിഭ്രാന്തരാക്കിയിരിക്കുന്നത് കേരളത്തിലൊട്ടാകെ. ഇതിനു മുൻപുള്ള വീഡിയോയിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രന് നേരെ നടക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ചതിപ്പണികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിലും ഒരു പക്ഷേ നിഗൂഢവും ശക്തവുമായ ചതിപ്പണികളായിരിക്കാം കെ സുരേന്ദ്രന് നേരെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ ആദ്യമായിട്ട് പറയേണ്ടത്, തിരുവനന്തപുരം നഗരത്തിൽ ഒരു വ്യവസായിയുണ്ട്. വ്യവസായി എന്ന് പറയുമ്പോൾ നമ്മുടെ രവി പിള്ളയോ യൂസഫ് അലിയോ പോലുള്ളൊരു വ്യവസായിയാണെന്ന് കരുതി കളയരുത്. ഒരു 4-5 ഭക്ഷണശാലകൾ പ്രത്യക്ഷത്തിൽ ഓടിക്കുന്ന, അല്ലെങ്കിൽ 4-5 ഭക്ഷണശാലകളുടെ ഉടമസ്ഥനായ ഒരു വ്യക്തി. അദ്ദേഹം SDPIയുടെ സജീവ അംഗമാണ്. ഇതിനു മുൻപ് പോപ്പുലർ ഫ്രണ്ടിലായിരുന്നു എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് ലക്ഷറി ബസ്സുകൾ ഏർപ്പാടാക്കി തിരുവനന്തപുരത്തുള്ള BJPക്കെതിരായി UDFന് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള സമ്മതിദായകരെ കാസർഗോഡേക്ക് ലക്ഷറി ബസ്സുകളിൽ സൗജന്യമായി കൊണ്ടെത്തിക്കുകയാണ്. ഇന്നത്തെ ദിവസം വരെ, ഇന്ന് രാവിലെ വരെ ആ പ്രക്രിയ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ജനാധിപത്യം അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ളൊരു അധികാരമാണത്, അവകാശമാണത്. അത് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണാതെ പോകരുത്. എന്തുകൊണ്ടാണ് SDPI UDFന് വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട്? കാരണം നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച SDPI ഇടതുപക്ഷത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത മഞ്ചേശ്വരം പോലൊരു മണ്ഡലത്തിലേക്ക് ലക്ഷറി ബസ്സുകളിൽ UDFന് സമ്മതിദാനം വിനിയോഗിച്ച് UDFനെ പ്രബുദ്ധരാക്കാൻ ഉള്ള സമ്മതിദായകരെ കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയാണെന്നുള്ളത് ആലോചിക്കുക. അത്ര നിസ്സാരമായ ചിലവല്ല. ലക്ഷറി സാധാരണ ബസ്സുകളുമല്ല. ഈ മലയാളത്തിൻ്റെ ഒരു കൊളോക്കിയൽ ഭാഷയിൽ, ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞാൽ പാട്ടവണ്ടികളിലല്ല കൊണ്ടുപോകുന്നത്. ലക്ഷറി ബസ്സുകൾ ഈ വേനൽക്കാലത്ത് സുഖമായി AC-യിൽ ചാരിക്കിടന്നുറങ്ങി വേണമെങ്കിൽ ആളുകൾക്ക് പോകാൻ തക്ക സൗകര്യങ്ങളുള്ള ലക്ഷറി ബസ്സുകൾ ഇടപാട് ചെയ്ത് ഇദ്ദേഹം എന്തിനാണ് UDFന് വോട്ട് ചെയ്യാൻ SDPIക്കാരനായ ഇദ്ദേഹം ആളുകളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. SDPI അവരുടെ രാഷ്ട്രീയ സ്വാധീനം LDF UDF മുന്നണികളിൽ ഒരുപോലെ ഉറപ്പിക്കുന്നു എന്നുള്ളൊരു വസ്തുത പല തവണ തത്വമേ ഈ ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ തെളിവ് സഹിതം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം, കേരളത്തിൽ BJP നേതാക്കളെ എല്ലാവരെയും SDPIക്ക് ഭയമാണ്. അതിൽ തന്നെ അവർ ഏറ്റവും ഭയക്കുന്ന നേതാക്കളിൽ ഒരാളാണ് കെ സുരേന്ദ്രൻ. കാരണം അദ്ദേഹം ദേശീയത എന്ന ആശയത്തോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അതിനെ മുറുകെ പിടിക്കുന്നൊരു നേതാവാണ്. SDPI പോപ്പുലർ ഫ്രണ്ട് പോലുള്ള
രാജ്യവിരുദ്ധ ഘടകങ്ങൾ എല്ലാ കാലത്തും ദേശീയതയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നതാണ്. കാരണം ദേശീയത എന്നുള്ളൊരാശയം അവരുടെ ആത്യന്തികമായ മതവർഗീയവാദത്തിന് പൂർണ്ണമായും എതിര് നിൽക്കുന്ന ഒരാശയമാണ്. അത് ജനമനസ്സുകളിൽ ആ മതവർഗീയവാദത്തെ ഇല്ലാതാക്കുവാൻ ഏറ്റവും പ്രാപ്തമായ ഒരു ശക്തിയായി വേരുറപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു ശക്തിയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ആശയമാണെന്ന് ദേശീയവാദത്തെ അവർ തിരിച്ചറിയുന്നുണ്ട്. ദേശീയതയെ സംബന്ധിച്ച് അവർക്ക് ആ തിരിച്ചറിവുണ്ട്. ആ ദേശീയത എന്ന ആശയം ഏറ്റവും ദൃഢതയോടെ നിശ്ചയദാർഢ്യത്തോടെ മുറുകെ പിടിക്കുന്ന BJP നേതാക്കളിൽ ഒരാളാണ് കെ സുരേന്ദ്രൻ. അതിൽ തന്നെ ഏറ്റവും രൂക്ഷമായ പ്രതികരണങ്ങളുമായി എല്ലാ കാലത്തും SDPIയെയും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഇപ്പോൾ നിരോധിതമായ സംഘടനകളെയും എതിർത്തിരുന്ന, അക്കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു നേതാവാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനെ സംബന്ധിച്ച് പല ആരോപണങ്ങളും കള്ളക്കഥകളും ഒക്കെ പ്രചരിപ്പിച്ചിട്ട് പോലും അതെല്ലാം നിസ്സാരമായി തള്ളിക്കളഞ്ഞ് അതിനെയെല്ലാം കടന്നു പോകുന്ന ഇവർക്ക് നേരെയുള്ള എതിർപ്പ് അനുദിനം ശക്തമാക്കി മുന്നോട്ട് സഞ്ചരിച്ച ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രനെ എത്തരത്തിലും തോൽപ്പിക്കണം. കാരണം കെ സുരേന്ദ്രൻ്റെ പേരിൽ വ്യാജ ആരോപണങ്ങളോ അല്ലെങ്കിൽ കള്ളപ്രചരണങ്ങളോ പാലക്കാട് ചെയ്തതുപോലെ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് ഈ SDPI നേതാവിനുൾപ്പെടെയുള്ളവർക്ക്, ഈ SDPI നേതാവ് ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഏകോപിപ്പിച്ച് തന്നെ SDPI നടത്തുന്നുണ്ട് കാസർഗോഡ് ലക്ഷ്യമിട്ട്. ഈ ഒരു SDPI നേതാവിനെ നേരിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. പേര് ഞാൻ പറയുന്നില്ല. കാരണം ഇദ്ദേഹം ഈ പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന ഒരു കാര്യവും നിയമലംഘനമല്ല എന്നുള്ളത് കൊണ്ട്. കാരണം അത് ചെയ്യുവാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ അദ്ദേഹം അതെന്തിന് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ളവർ ഒരു സംഘടിതമായി ഇത്തരം പ്രവൃത്തികൾ എന്തിനു ചെയ്യുന്നു എന്ന് വിശകലനം ചെയ്യുവാനുള്ള അവകാശം നമുക്കുമുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുന്നു, പേര് പറയാതെ തന്നെ. SDPI നേതാവ് അത്രയും മതി. കാരണം ഇവരുടെ പേരൊന്നും അത് അബ്ദുള്ളോ ജബ്ബാറോ ഫക്രുദ്ദീനോ ആരായാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇക്കാര്യത്തിൽ എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കുവാനുള്ള, പ്രേക്ഷകരുടെയും അഭിപ്രായം അത് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എനിക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സുരേന്ദ്രനെ ഇവർ കെ സുരേന്ദ്രനെ എന്തുകൊണ്ട് ഇവർ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി SDPI ഈ നേതാവിനെ സംബന്ധിച്ചൊന്ന് കൂടുതൽ നമ്മളൊന്ന് ചൂഴ്ന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഈ നേതാവിനെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത്തരം പ്രക്രിയകൾ ഏകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തികൾ ഏകോപിപ്പിക്കുന്ന എല്ലാ SDPIക്കാരെയോ അല്ലെങ്കിൽ മുൻ PFIക്കാരെയോ മുൻ സിമിക്കാരെയോ നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇവരുടെ പ്രവർത്തനത്തിൽ ഒരു ഘടനാക്രമം അല്ലെങ്കിൽ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ദൃശ്യമാകും. ആ പാറ്റേണിൻ്റെയും ഒരു ഉദാഹരണമായി ഈ SDPI നേതാവിൻ്റെ ചില പ്രവർത്തികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കുമാരപുരം എന്നൊരു സ്ഥലം തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരം നിവാസികൾക്ക്, നഗരവാസികൾക്ക് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നവർക്കെല്ലാം തന്നെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് കുമാരപുരം. കുമാരപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുമാരപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും കുമാരപുരം ജംഗ്ഷൻ്റെ ഒത്ത മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗണപതി ക്ഷേത്രവുമാണ്. ഇത് തന്നെയാണ് കുമാരപുരത്തിൻ്റെ അടയാളം. കുമാരപുരം എന്നുള്ള പേര് തന്നെ വന്നത് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. കുമാരൻ എന്നാൽ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഇതാണ് കുമാരപുരത്തിൻ്റെ പശ്ചാത്തലം. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ കുമാരപുരം കേന്ദ്രീകരിച്ച് ഇദ്ദേഹം ഒരു 10-20 സെൻറ്റ് സ്ഥലം വാങ്ങുന്നു. ഇദ്ദേഹത്തിന് അക്കാലത്ത് ഏറെ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി ഒരല്പം മോശമാണ്, എന്നാലും അത്ര മോശമൊന്നുമല്ല. ഈ ലക്ഷറി ബസ്സൊക്കെ ഇടപാട് ചെയ്ത് കൊടുക്കുവാനുള്ള തരത്തിലുള്ള സാമ്പത്തിക ശേഷി ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ സ്ഥലം വാങ്ങൽ പ്രക്രിയ തിരുവനന്തപുരം ജില്ലയിലുടനീളം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കുമാരപുരം കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം ഈ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. സ്ഥലം വാങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിയമം അനുവദിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതെല്ലാം. അതിനുശേഷം ആ സ്ഥലം ഒരു പള്ളിക്കായിട്ട് അദ്ദേഹം അങ്ങ് ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു, മുസ്ലിം പള്ളിക്ക്. അതേ തുടർന്ന്, കാരണം ഈ പള്ളിയുടെ ഒരു സ്ഥാനം വരുന്നത് കൃത്യമായിട്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ, ഞാൻ പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുമാരപുരത്തിൻ്റെ ഒരു മുഖഛായ എന്ന് തന്നെ പറയുന്ന പോലെ, ഒരു അടയാളം എന്ന് തന്നെ പറയാവുന്ന ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെയും കൃത്യമിടയ്ക്കാണ്. ഒരു ട്രയാങ്കിൾ പോലെ വരും. ഏതാണ്ട് ഒരു പാളയം മോഡലിലുള്ള ഒരു മതേതര ചിത്രം സൃഷ്ടിച്ച് അവരുടെ ഉദ്ദേശം നടത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ ശക്തമായി ഇതിനെ എതിർത്തു. അതേ തുടർന്ന് അദ്ദേഹം ആ സ്ഥലം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിറ്റ് ഇപ്പോൾ അവിടെ ഒരു വൻ കെട്ടിട സമുച്ചയം, ഫ്ലാറ്റ് ആണ്, ഒരു ആഡംബര താമസ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത്തരം പ്രക്രിയകൾ അദ്ദേഹം നേമത്തായാലും വട്ടിയൂർക്കാവിലായാലും കഴക്കൂട്ടത്തായാലും എല്ലായിടത്തും ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു. കാരയ്ക്കാമണ്ഡപം പോലുള്ള, നേമം നിയോജക മണ്ഡലത്തിൽ വരുന്ന കാരയ്ക്കാമണ്ഡപം പോലുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഈ പ്രവൃത്തി ചെയ്ത് വിജയിച്ചിരുന്നു. അതായത് പള്ളിക്ക് സ്ഥലം കൊടുത്ത് അവിടെ പള്ളി നിർമ്മിക്കുക എന്നുള്ള
ഒരു ശ്രമത്തിൽ അദ്ദേഹം വിജയിച്ചിരുന്നു. ശാസ്തമംഗലം പോലെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. കുമാരപുരത്ത് എങ്ങനെ പരാജയപ്പെട്ടോ അതുപോലെ. അപ്പോൾ ഈ ഒരു പ്രക്രിയയുടെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം ചെയ്യുന്നതെല്ലാം നിയമപരമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. നിയമം അനുവദിച്ചിട്ടുള്ള അവകാശങ്ങൾ വിനിയോഗിച്ച് തന്നെയാണ് ഇദ്ദേഹം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം ഒരു ഉദാഹരണം മാത്രമാണ്, ഒരു പരിച്ഛേദം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിനിധി മാത്രമാണ് ഇത്തരം പ്രവൃത്തികൾ കേരളത്തിലുടനീളം ചെയ്യുന്ന SDPI, PFI, സിമി തുടങ്ങിയ സംഘടനകളിൽ മുൻപ് പ്രവർത്തിക്കുകയോ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ്. ഒരേ ക്രമത്തിൽ ഒരേ പാറ്റേണിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഇദ്ദേഹം. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിയമപരമായിട്ടുള്ള പ്രവൃത്തികൾ തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയാണ് നാം വിശകലനം ചെയ്യേണ്ടത്. ആ ഉദ്ദേശശുദ്ധി വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ തെളിയുന്ന ചിത്രം മതാധിപത്യം എന്നുള്ളവരുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഉള്ള അടുത്ത ചുവടുവെപ്പാണ് ഈ പ്രക്രിയകളെല്ലാം തന്നെ. ആ പ്രക്രിയകളുടെ ഭാഗമായിട്ട് തന്നെയാണ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലേക്ക് ലഭിക്കാവുന്ന സമ്മതിദായകരെയെല്ലാം ലക്ഷറി ബസ്സുകളിൽ അടുക്കി കൊണ്ടുപോകുവാനുള്ള ഇവരുടെ ഇപ്പോഴത്തെ ശ്രമം. പക്ഷേ അതിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറയുമല്ലോ, സകാരാത്മകമായിട്ടുള്ളൊരു സൂചന എന്ന് പറയുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇക്കുറി മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലൊരു ഭയപ്പാട് ഇത്തരം ദേശവിരുദ്ധ ശക്തികളുടെ ഉള്ളിൽ സുരേന്ദ്രൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം കേരളമൊട്ടാകെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി നടത്തുന്ന മുന്നേറ്റം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ വ്യക്തിപരമായി സുരേന്ദ്രൻ്റെ സ്വാധീനം പരിധികളില്ലാതെ വർദ്ധിച്ചു വരുന്നു എന്നുള്ള സൂചനകളാണ് ഇത്തരം പ്രവൃത്തികൾ നമ്മോട് പറയുന്നത്. കാരണം മുൻപെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഏകീകരണം നടത്തി സമ്മതിദായകരെ എത്തിക്കുന്ന പ്രവൃത്തി UDF ചെയ്തിരുന്നു. SDPI അതിന് സഹായവും ചെയ്തിരുന്നു, രഹസ്യമായും പരസ്യമായും എല്ലാം. പക്ഷേ കേരളത്തിലുടനീളം എങ്ങനെയെങ്കിലും ഒരു വോട്ടിന് പോലും ജയിക്കുവാൻ ഇടയാകരുത് എന്നുള്ളൊരു വാശിയോടുകൂടി മഞ്ചേശ്വരത്തെ അവർ സമീപിക്കുന്നത് ഇത് നടാടെയാണ്, ഇതാദ്യമാണ്. അതിൽ സകാരാത്മകമായിട്ടുള്ളൊരു സൂചനയുള്ളത് സുരേന്ദ്രൻ്റെ വിജയസൂചനയാണ്. മഞ്ചേശ്വരം സുരേന്ദ്രൻ ഇങ്ങെടുത്തു എന്നുള്ളൊരു സൂചനയാണ് ഇവരുടെ ഈ ഭയപ്പാടും ഈ ഒരു കൈകാലിട്ടടിയും ഇത്തരത്തിലുള്ള പ്രക്രിയകളും നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്താകും മഞ്ചേശ്വരത്തിൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമെന്നുള്ളത് അറിയുവാൻ മെയ് 4 വരെ കാത്തിരിക്കണം. പക്ഷേ സമ്മതിദായകരെന്നുള്ള നിലയിൽ നമ്മുടെ കടമ നാം നിർവഹിക്കണം. എല്ലാവരും വോട്ട് ചെയ്യാൻ പോവുക. ഇതിനോടകം തന്നെ വോട്ട് ചെയ്ത് കാണും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രായമായവർ കുടയും വെള്ളവുമൊക്കെ കയ്യിൽ കരുതുക. നല്ല വേനൽക്കാലമാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ വീഡിയോയിലും ഇന്ന് ഞാൻ ഈ കാര്യം എടുത്തു പറയണമെന്ന് വിചാരിക്കുന്നു. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പോളിംഗ് ബൂത്തിൻ്റെ പരിസരത്ത് ചെയ്യാതിരിക്കുക. വരി നിന്ന് മുഷിയുമ്പോൾ സമയം പോകുവാൻ എന്തെങ്കിലും ഫേസ്ബുക്കോ വാർത്തകളോ നോക്കിക്കളയാമെന്ന രീതിയിൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫോൺ വാങ്ങി വയ്ക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷമേ, പോളിംഗ് അവസാനിച്ചതിന് ശേഷമേ ഫോൺ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. സൈലൻ്റാക്കി വീട്ടിൽ വെച്ചിട്ട് പോയാലും അല്ലെങ്കിൽ മൊബൈൽ സൈലൻ്റാക്കി ഫോൺ പോക്കറ്റിലിട്ടേക്കുക. അവിടെ നിൽക്കുന്ന സമയത്ത് പുറത്ത് പോലും എടുക്കാതിരിക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും മഞ്ചേശ്വര സുരേന്ദ്രൻ തൂക്കിയ ലക്ഷണമാണ്. മെയ് 4 ആ തൂക്കൽ എത്രത്തോളം ശക്തമായിട്ടാണ് സുരേന്ദ്രൻ മഞ്ചേശ്വരം തൂക്കിയത് എന്ന് അറിയുവാൻ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.